ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും. ഓക്കെ, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ഓക്കെ, വിച്ച് ഇമ്മ്യൂണോഫ്ലൂറസൻസ് ഫൈൻഡിങ് ഈസ് മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് പെംഫിഗസ് വൾഗാരിസ്? ഓക്കെ, പെംഫിഗസ് വൾഗാരിസിന്റെ ഏതാണ് ഇമ്മ്യൂണോ സപ്രസൻ ഫൈൻഡിംഗ് ആണ് മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ളത്? ലീനിയർ IgG ഡെപ്പോസിഷൻ അലോങ് ബേസ്മെന്റ് മെംബ്രെയിൻ ആണോ, ഗ്രാനുലാർ IgA ഡെപ്പോസിഷൻ ഇൻ ഡെർമൽ പാപ്പില്ല ആണോ, ഇന്റർ സെല്ലുലാർ IgA ഡെപ്പോസിഷൻ ഇൻ എ ഫിഷ്നെറ്റ് പാറ്റേൺ ആണോ, C3 ഡെപ്പോസിഷൻ അറ്റ് ഡെർമോ എപ്പിഡെർമൽ ജംഗ്ഷൻ ആണോ? കറക്റ്റ് ആൻസർ സി ആണ്, ഇന്റർ സെല്ലുലാർ IgG deposition in a fishnet pattern ആണ്. സോ എക്സ്പ്ലനേഷൻ ഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസൻസ് ഇൻ PV ഷോസ് എന്താണെന്ന് കാണിക്കുന്നത്? IgG ഡെപ്പോസിഷൻ ബിറ്റ്വീൻ കെരാറ്റിനോസൈഡ്സ് ആൻഡ് ക്ലാസിക് ഫീച്ചർ ആണ് ഫിഷ്നെറ്റ് ഓർ ചിക്കൻ വയർ പാറ്റേൺ എന്ന് പറയും കേട്ടോ. ഫിഷ്നെറ്റ് അല്ലെങ്കിൽ നമുക്ക് വേറെ എന്നും പറയാം, ചിക്കൻ വയർ പാറ്റേൺ എന്നും പറയാം. ഓക്കെ, ഇത് ലീനിയർ ഡിപ്പോസിഷൻ ആണ് ബുള്ളസ് പെംഫിഗോയിഡിന്. ആൻഡ് ഗ്രാൻഡാർ IgA എന്ന് പറയുമ്പോൾ ഡെർമറ്റൈറ്റിസ് ഹെർപിറ്റിഫോമിനാണ് കാണുന്നത് ഗ്രാൻഡാർ IgA എന്ന് പറയുന്നത്. So here answer intercellular IgG deposition in fishnet pattern. Fishnet pattern മറ്റൊരു പേരാണ് ചിക്കൻ വയർ പാറ്റേൺ എന്നും പറയാം. ഓക്കെ, which of the following condition is most strongly associated with recurrent epistaxis in children? ഏതാണ്? ഹീമോഫീലിയ, അലർജിക് റൈനൈറ്റിസ്, ലുക്കീമിയ ആൻഡ് ഹൈപ്പർടെൻഷൻ. ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. സിയും ഡി അല്ല. സി ഹൈപ്പർ ടെൻഷനും അല്ല, സി ലുക്കീമിയ അല്ല കേട്ടോ, ഹീമോഫീലിയ അല്ല. അലർജിക് റൈനൈറ്റിസ് ബി ആണ് റൈറ്റ് ആൻസർ ഇൻ ചിൽഡ്രൻ. കാരണം നമുക്ക് നോക്കിക്കൊള്ളാം, മോസ്റ്റ് കോമൺ കോസ് എന്നാണ് ചോദിച്ചത്. മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഒരു ലോക്കൽ ഇറിറ്റേഷൻ കൊണ്ടാണ് വരുന്നത്. നോസ് പിക്കിംഗ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഡ്രൈ മ്യൂക്കോസ് കൊണ്ടുവരാം, അലർജിക് റൈനൈറ്റിസ്. സോ അവിടെ ഇച്ചിങ് ഉണ്ടാകുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? റിപ്പീറ്റഡ് ട്രോമ ഉണ്ടാകും. ഒരുപാട് ഇച്ചിങ് ആകുമ്പോൾ റിപ്പീറ്റഡ് ട്രോമ വരാനുള്ള ചാൻസ് കൊടുക്കണം. മെയിൻ മോസ്റ്റ് കോമൺ കോസ് ആണ്. ഹീമോഫീലിയ ലുക്കീമിയ എന്താണ് കോസ്? സിവിയർ ആണ്. ഓക്കെ, സിവിയർ അൺയൂഷ്വൽ ബ്ലീഡിംഗ് ആണ്, ബട്ട് ലെസ് കോമൺ ആണ്. ഓക്കെ, അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത്? മോസ്റ്റ് കോമൺ. ഓക്കെ, മോസ്റ്റ് സ്ട്രോങ്ലി അസോസിയേറ്റഡ് വിത്ത് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഏതാണ് നമ്മുടെ അലർജിക് റൈനൈറ്റിസ് ആണ്. റിക്കറന്റ് ആയിട്ട് എപ്പിസ്റ്റാക്സ് കുട്ടികൾക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഡ്യൂറിംഗ് അലൻസ് ടെസ്റ്റ് ദ പേഷ്യൻസ് പാം റിമെയിൻ പെയിൽ ആഫ്റ്റർ റിലീസിംഗ് ദി അൾനാർ ആർട്ടറി. വാട്ട് ഡസ് ദിസ് ഇൻഡിക്കേറ്റ്? ഇത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നോർമൽ കൊളാട്രൽ സർക്കുലേഷൻ ആണോ, ഇൻഅഡിക്വേറ്റ് അൾനാർ ആർട്ടറി സപ്ലൈ ആണോ, ഇൻക്രീസ്ഡ് വീനസ് ഡ്രെയിനേജ് ആണോ, ആൻഡ് നോർമൽ ആർട്ടീരിയൽ ഫ്ലോ ആണോ? ബി കറക്റ്റ് ആണ്, ഇൻഅഡിക്വേറ്റ് അൾനാർ ആർട്ടറി. നമ്മൾ ഈ അലൻ ടെസ്റ്റ് ഏത് ടെസ്റ്റിന് മുന്നേ, ഏത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് മുന്നേ നമ്മൾ ചെയ്യുന്നത്? ഏത് ടെസ്റ്റ് മുന്നെയാണ്? ഓക്കെ, ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, വെരി ഗുഡ്. ABG. ഓക്കെ, എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ആക്ച്വലി ഇത് നമ്മുടേതാണ് അലൻ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് കൊളാട്രൽ സർക്കുലേഷൻ അസസ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെ? നമ്മുടെ കൊളാട്രൽ സർക്കുലേഷൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ കംപ്രസ് ദി റേഡിയൽ ആൻഡ് അൾനാർ ആർട്ടറി നമ്മൾ കംപ്രസ് ചെയ്ത് പിടിക്കും. എന്നിട്ട് പേഷ്യന്റിന്റെ കൈ ക്ലെഞ്ച് ചെയ്ത് പിടിക്കാൻ പറഞ്ഞു. ഫിസ്റ്റ് ക്ലെഞ്ച് ചെയ്ത് പിടിക്കാൻ പറഞ്ഞു. പാം ടേൺസ് പെയിൽ ആവും. അപ്പൊ നമ്മൾ എന്താണ്, പാംസ് പെയിൽ ആവും. എന്നിട്ട് റിലീസ് ചെയ്യുമ്പോൾ എന്താണ്, അൾനാർ ആർട്ടറി റിലീസ് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നോർമലി എന്താണ്, ബ്ലാൻഡഡ് ആയിട്ടുള്ള സ്കിന്ന് തിരിച്ച് എന്താണ് പിങ്കിഷ് കളറിലോട്ട് വരണം, അല്ലെ? അതായത് വിത്തിൻ ഒരു 5 to നോർമൽ ആണെങ്കിൽ എന്താണ് കളർ റിട്ടേൺസ് വിത്തിൻ ഒരു 5 to 50 സെക്കൻഡ്സിനകത്ത് റിട്ടേൺ ചെയ്ത് നോർമൽ കളറിലോട്ട് വരണം. ഓക്കെ, വന്നില്ലെങ്കിൽ അബ്നോർമൽ ആണ്. ഡിലേഡ് ഓർ നോ റിട്ടേൺ ആണെങ്കിൽ ഇൻഅഡിക്കേറ്റ് കൊളാട്രൽ ഫ്ലോ ആണ്. ഓക്കെ, അതായത് കൊളാട്രൽ സർക്കുലേഷൻ ഇൻഅഡിക്കേറ്റ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. A patient with chronic eczema develops thickened lethargy skin due to repeated scratching. This finding is called എന്താണ്? ഒരു ക്രോണിക് എക്സീമ പേഷ്യന്റിന് എന്ത് ഡെവലപ്പ്? തിക്കൻഡ് ലെതാർജി സ്കിൻ ആണ്, റിപ്പീറ്റഡ് സ്ക്രാച്ചിങ്. എന്തൊക്കെയാണ് ഫൈൻഡ് എന്തിനു പറയാം? അക്കാന്തോസ്ലൈസിസ് ആണോ, ലെഗ്നിഫിക്കേഷൻ ആണോ, ആൻഡ് ഹൈപ്പർ കെരാറ്റോസിസ് ആണോ, സ്പോഞ്ചോസിസ് ആണോ? നമുക്ക് നോക്കാം. ബി ആണ് ഇട്ടത്, ലൈഗ്നിഫിക്കേഷൻ. കറക്റ്റ് ആൻസർ ആണ്. സോ ലൈഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു തിക്കണ്ട് സ്കിൻ വിത്ത് എക്സാജറേറ്റഡ് സ്കിൻ മാർക്കിങ്സ് ആണ് ലൈഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, തിക്കണ്ട് സ്കിൻ ആയിരിക്കും വിത്ത് എക്സാജറേറ്റഡ് സ്കിൻ മാർക്കിങ്സും കാണും.
ഇതെന്തുകൊണ്ടാണ് ക്രോസ്ഡ് ബൈ ക്രോണിക് സ്ക്രാച്ചിങ് ഓർ റബ്ബിംഗ് കൊണ്ട് വരുന്നതാണ്. ഓക്കെ, മറ്റു രണ്ടും എന്തായിരുന്നു? സ്പോഞ്ചിയോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റർ സെല്ലുലാർ എഡിമയാണ്. അത് ഏതിലാണ്? അക്യൂട്ട് എക്സീമയിലാണ് കാണുന്നത്. ഓക്കെ, അക്കാന്തോലൈസ് എന്ന് പറയുന്നത് ലോസ് ഓഫ് സെൽ അഡ്ഹഷൻ ആണ് അല്ലെ, സെൽ അഡ്ഹഷൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അത് കാണുന്നത് പെംഫിഗസിലാണ്. ഓക്കെ, അക്കാന്തോസിസ് പെംഫിഗസിലും സ്പോഞ്ചിയോസിസ് അക്യൂട്ട് എക്സീമയിലാണ് കാണുന്നത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 35-year-old woman presents with episodic headache, palpitations, and sweating. Her blood pressure is persistently elevated. Which is the best initial screening test for suspected pheochromocytoma? 4 ഓപ്ഷൻ ഉണ്ട്. സിറം കാറ്റക്ലോമൈൻസ്, 24-hour യൂറിനറി VMA. VMA എന്താണ്? വാട്ട് ഈസ് VMA? VMAയുടെ ഫുൾ ഫോം അറിയാലോ എന്താണ്? വാട്ട് ഈസ് VMA? VMAയുടെ ഫുൾ ഫോം വാനിലിൻ മാൻഡിലിക് ആസിഡ്. ഓക്കെ, ആൻസർ ആൻസർ സി ആണ് ആൻസർ കേട്ടോ. പ്ലാസ്മ ഫ്രീ മെറ്റാഫ്രിൻസ് നെഫ്രിൻസ് ആണ് ആൻസർ, കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഹിയർ കറക്റ്റ് ആൻസർ സി ആണ്, പ്ലാസ്മ ഫ്രീ മെറ്റാനെഫ്രിൻസ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാവുന്നൂടെ. എന്താണ്? 35-year-old women present with episodic headache, palpitations and sweating. Her blood pressure is persistently elevated. Which is the best initial screening test for suspected pheochromocytoma? നോക്കാം, നമുക്ക് റാഷൻ നോക്കാം. സോ ഫിയോക്രോമസൈറ്റോമ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഫിയോക്രോമസൈറ്റോമ? കാറ്റക്ലോമൈൻ പ്രൊഡ്യൂസിങ് ട്യൂമർ, കാറ്റക്ലോമൈൻ സെക്രറ്റിംഗ് ട്യൂമർ ആണ് നമ്മുടെ ഫിയോക്രോമസൈറ്റോമ എന്ന് പറയുന്നത് അല്ലെ. ദ റെയർ ട്യൂമർ ആണ് അല്ലെ. ക്രൊമാഫിൻ സെൽസിൽ ട്യൂമർ ഏത് സെൽസിനാണ് ഇത് അഫക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രൊമാഫിൻ. ഓക്കെ, ക്രൊമാഫിൻ സെൽസ് ആണ് കേട്ടോ. അതുകൂടെ നോട്ട് ചെയ്തോളൂ. അഡ്രിനാൽ മെഡുലയിലുള്ള ഏത് സെൽസിലുള്ള ട്യൂമർ ആണ്? ക്രൊമാഫിൻ സെൽസിലുള്ള ട്യൂമർ ആണ് ഫിയോക്രോമസൈറ്റോമ എന്ന് പറയുന്നത്. ഓക്കെ, അഡ്രിനാൽ മെഡുലയിലുള്ള ക്രൊമാഫിൻ സെൽസ് ആണ് ഇത് ക്രോസ് ചെയ്യുന്നത് കേട്ടോ. കാറ്റക്ലോമൈൻ സെക്രറ്ററി ട്യൂമർ ആണ്. വാട്ട് ആർ ദി 3 റൂൾസ്? ഏതൊക്കെയാണ്? നമ്മുടെ പേഷ്യന്റ് ഭയങ്കര ഹെഡേക്ക് ആയിരിക്കും അല്ലെ, ഇത്തരത്തിലുള്ള പേഷ്യന്റ്. സെറ്റിംഗ്, പാൽപിറ്റേഷൻസും വരാം. ഓക്കെ, ദെൻ നമുക്കറിയാം ഫിയോക്രോമസൈറ്റോമ സെക്രറ്റിംഗ് എപ്പിനെഫ്രിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ. ദീസ് ആർ മെറ്റബോളൈസ്ഡ് ഇൻടു ഈ ഫിയോക്രോമസൈറ്റോമ എന്ത് സെക്രറ്റ് ചെയ്യും? എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും സെക്രറ്റ് ചെയ്യും. ഇത് എങ്ങോട്ടേക്ക് മെറ്റബോളൈസ്ഡ് ചെയ്യും? മെറ്റബോളൈസ്ഡ് ഇൻടു മെറ്റാനെഫ്രിൻസ് വിച്ച് ആർ മോർ സ്റ്റേബിൾ ആണ്. ബെസ്റ്റ് സ്ക്രീനിങ് ടെസ്റ്റ് ആണെന്ന് പറയാം. ബെസ്റ്റ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് പ്ലാസ്മ ഫ്രീ മെറ്റാഫ്രിൻസ് ആണ്, ഹയസ്റ്റ് സെൻസിറ്റിവിറ്റി ആണ്. അതർ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? യൂറിനറി VMA നമുക്കറിയാവുന്നതാണ്, വെനൈൽ മാൻഡലിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. സോ VMA നമ്മൾ എന്താണ്? യൂറിനിലാണ് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. യൂറിൻ ടെസ്റ്റിലാണ് നമ്മൾ നോക്കുന്നത് മാൻഡലിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ അത് എന്താണ്? ലെസ് സെൻസിറ്റീവ് ആണ്. അതെപ്പോഴും ഒരു ലെസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. ഒരു ഹയസ്റ്റ് സെൻസിറ്റീവ് ടെസ്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ ഫിയോക്രോമസൈറ്റോമയും ന്യൂറോബ്ലാസ്റ്റോമയും ഇൻ ചിൽഡ്രനിലൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് VMA ചെക്ക് ചെയ്യാം, പക്ഷേ ലെസ് സെൻസിറ്റീവ് ആണെന്നേ ഉള്ളൂ. സിറം കാറ്റക്ലോമൈൻസ് നോക്കാം, ഫ്ലക്ച്വേറ്റ് ചെയ്യാം, പക്ഷേ അത് ഫ്ലക്ച്വേഷൻസ് കാണിക്കും. ഓക്കെ, കോൺസ്റ്റന്റ് ആയിട്ട് ഒരു റിപ്പോർട്ട് കിട്ടത്തില്ല. CT യൂസ്ഡ് ഓൺലി ആഫ്റ്റർ ബയോകെമിക്കൽ. നമ്മൾ എപ്പോഴും ഒരു ബയോകെമിക്കൽ ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ CT പ്രിഫർ ചെയ്യുന്നത് അല്ലെ. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം പിന്നെ നമ്മൾ എന്താണ് ഒന്ന് സസ്പെക്ട് എന്താണ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ CTയിലോട്ടൊക്കെ പോകുന്നത്. പിന്നെ സ്ക്രീനിങ് എന്താണ്? പ്ലാസ്മ ഫ്രീ മെറ്റാനെഫ്രിൻ ഫസ്റ്റ് ആണ്. അത് ആദ്യം നമ്മൾ ചെയ്യുന്നത് പ്ലാസ്മ ഫ്രീ മെറ്റാനെഫ്രിൻ ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫസ്റ്റ് ലൈൻ മാനേജ്മെന്റ് ഫോർ മൈൽഡ് ടു മോഡറേറ്റ് അട്ടോപിക് എക്സീമ? ഓറൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ആണോ? ടോപ്പിക്കൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ആൻഡ് എമോളിയൻസ് ആണോ? സിസ്റ്റമിക് ആന്റിബയോട്ടിക്സ് ആണോ? ഫോട്ടോതെറാപ്പി ആണോ? ബി കറക്റ്റ് ആണ്. ടോപ്പിക്കൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സും എമോളിയൻസും ആണ് അല്ലെ. കാരണം എന്താണ്? കോർണർസ്റ്റോൺ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എമോളിയൻസും ടോപ്പിക്കൽ സ്റ്റീറോയിഡ്സും തന്നെയാണ് കേട്ടോ. കോർണർസ്റ്റോൺ ട്രീറ്റ്മെന്റ് ഓഫ് ദി ഈ അട്ടോപിക് എക്സീമ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇമോളിയൻസും അപ്ലൈ ചെയ്യുക, പിന്നെ ടോപ്പിക്കൽ സ്റ്റീറോയിഡ്സും കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇമോളിയൻസ് എന്തിനാണ്? റീസ്റ്റോർ സ്കിൻ ബാരിയർ റീസ്റ്റോർ ചെയ്യാനും. ടോപ്പിക്കൽ സ്റ്റീറോയിഡ്സിന്റെ ഫംഗ്ഷൻ റെഡ്യൂസ് ഇൻഫ്ലമേഷൻ ആണ്. സ്റ്റീറോയിഡ്സ് ഇൻഫ്ലമേഷൻ കുറയ്ക്കും. സോ ഓറൽ സ്റ്റീറോയിഡ്സ് അവോയ്ഡഡ് ഫോർ ലോങ് ടേം യൂസ് നമ്മൾ കൊടുക്കുന്നില്ല.
ഞാൻ ആന്റിബയോട്ടിക്സ് ഓൺലി ഈ സെക്കൻഡറി ഇൻഫെക്ഷൻ വേണ്ടി മാത്രം. ഓക്കെ, ഫോട്ടോതെറാപ്പി ആകുമ്പോൾ ഫോർ സിവിയർ റിഫ്രാക്ടറി കേസസിലാണെങ്കിൽ മാത്രം നമ്മൾ ഫോട്ടോതെറാപ്പി കൂടെ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് അറ്റോപിക് എക്സീമ. ഓക്കെ.